Boche Gold and Diamonds. Buy now, pay later. പോലീസുകാരനെന്ന വ്യാജേന ഫോണിൽ വിളിച്ച് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചതായി പരാതി. ഒറ്റപ്പാലം ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ K. ശ്രീവത്സനാണ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ മാസം അവസാനമാണ് സംഭവം. കോട്ടയത്ത് നിന്നുള്ള പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഒരാൾ ഫോണിൽ വിളിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നതിനിടെ പണവും ബാഗും നഷ്ടപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ അവശരായി കഴിയുന്ന അമ്മയെയും മകനെയും സഹായിക്കണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് മകനെന്ന് അവകാശപ്പെട്ടയാൾക്ക് ഫോൺ കൈമാറി. താനും അമ്മയും പാലപ്പുറം സ്വദേശികളാണെന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത ശേഷം ശ്രീവത്സൻ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വിലാസം വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. ഇക്കാര്യം ചോദിക്കാനായി തിരികെ വിളിച്ചപ്പോൾ താൻ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെന്ന മറുപടിയാണ് പോലീസാണെന്ന് പരിചയപ്പെടുത്തിയ ആളിൽ നിന്ന് ലഭിച്ചത്. സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിലും പോലീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം വേണമെന്ന് ശ്രീവത്സൻ പരാതിയിൽ ആവശ്യപ്പെടുന്നു. സമാനമായ തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ അന്വേഷണം ആവശ്യമാണെന്നാണ് നിലപാട്. കഴിഞ്ഞ 23-ാം തീയതിയാണ് വൈകുന്നേരം ഒരു പോലീസുകാരനാണ് എന്ന് അവകാശപ്പെട്ട് കോട്ടയത്തുനിന്ന് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പാലപ്പുറം ചെനക്കത്തൂർക്കാവിന് സമീപം ഒരമ്മയും മകനും അവശ നിലയിൽ കോട്ടയത്തെ KSRTC സ്റ്റാൻഡിലുണ്ട് എന്നും അവരുടെ വസ്തുക്കളൊക്കെ, അതായത് ബാഗ്, പൈസ, മൊബൈൽ ഫോൺ എന്നൊക്കെ മോഷണം പോയിരിക്കുന്നു, അവരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അവർ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർ പാലപ്പുറത്ത് എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ലക്ഷ്മീനാരായണ സ്കൂളിൽ പോകുന്ന വഴിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് കൃത്യമായ സത്യാവസ്ഥ അറിയാതെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല, അപ്പോൾ നിങ്ങളുടെ അവരുടെ അഡ്രസ്സ് പൂർണ്ണമായി തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആൾ ആ സ്ത്രീയുടെ മകന് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫോൺ കൈമാറുകയും അയാളുടെ അഡ്രസ്സൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഈ പാലപ്പുറത്തെ എൻ്റെ 1-2 സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുകയും അത്തരമൊരു അഡ്രസ്സ് അവിടെ ഇല്ല എന്നവർ സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഞാൻ വീണ്ടും ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആളെ വിളിച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു അഡ്രസ്സ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനിപ്പോൾ അവിടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും നിങ്ങളെ ആ മകൻ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അത് സാമ്പത്തികമായിട്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായിട്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. SHOൻ്റെ ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ വാട്സാപ്പിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഞാൻ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.